പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യം. പരിശുദ്ധമ്മ ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഗബ്രിയേൽ ദൂതൻ മറുപടി പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കും, അതിനാൽ ജനിക്കാൻ പോകുന്നവൻ അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെയും വിശുദ്ധ യോഹന്നാനെയും കണ്ട് തൻ്റെ ശിഷ്യനോട്, യോഹന്നാനോട്, യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധമ്മയ്ക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, മാർച്ച് മാസം 2026 നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കർമ്മലീത്ത സന്യാസി ആയതുകൊണ്ട് കർമ്മലമാതാവ് എന്ന വലിയ അഭിസംബോധനയോടെ പരിശുദ്ധ അമ്മയെ വണങ്ങിക്കൊണ്ട് ആണ് ഞാൻ സന്ദേശങ്ങൾ ആരംഭിച്ചത്. പിന്നീട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനെ അനുസ്മരിച്ച് ധ്യാനിച്ചു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനെ അനുസ്മരിച്ച് ധ്യാനിച്ചു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനെ നമ്മൾ ധ്യാനിച്ചു. പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വ തിരുനാളിനെ നമ്മൾ അനുസ്മരിച്ചു. അമലോത്ഭവയായി ജനിച്ചു, നിത്യകന്യകയായി ജീവിച്ചു, ദൈവ മാതാവായി, ദൈവപുത്രൻ്റെ അമ്മയായി സ്വർഗാരോപണം ചെയ്ത പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭയുടെ സത്യവിശ്വാസങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പെർപ്പച്വൽ വെർജിനിറ്റി, നിത്യ കന്യാത്വത്തെക്കുറിച്ച്, നിത്യ കന്യകയായ മറിയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. 24 വർഷത്തെ പൗരോഹിത്യ ജീവിതവും അതുപോലെ 12 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഒരുക്ക കാലഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആഴമായിട്ട് മനസ്സിലാക്കാനായിട്ട്, പ്രത്യേകിച്ച് ഞാൻ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോഴും പലർക്കും പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു, പരിശുദ്ധ അമ്മ എപ്പോഴും എന്നോടുകൂടെ ആയിരിക്കുന്നുണ്ട് എന്ന്. പരിശുദ്ധ അമ്മയുടെ വലിയ പ്രാർത്ഥനയാൽ ഞാനിന്ന് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഇപ്പോൾ സൈക്കോളജിയിൽ ഞാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷങ്ങളിൽ എനിക്ക് കൗൺസിലിംഗ് സൈക്കോളജിയിൽ PhD ലഭിക്കും. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇത് ഈ 2 മാസക്കാലമായിട്ട് ഞാൻ ഏകദേശം എൻ്റെ ഗ്രൂപ്പോട് ചേർന്ന് 45 വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും അത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. എനിക്കും എൻ്റെ ഗ്രൂപ്പിനും പ്രോത്സാഹനം നൽകണം. കൊച്ചു ത്രേസ്യ സ്പിരിച്വൽ സെൻറ്റർ എന്നുള്ള ഈ ഉദ്യമത്തെ വിജയിപ്പിക്കണം. എല്ലാം നിങ്ങളുടെ കരങ്ങളിലാണ്. എന്നെ സഹായിക്കും. എൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബും ഫോളോ ചെയ്യാൻ പറയും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. 553 ക്രിസ്തുവർഷം സാർവത്രിക കൗൺസിൽ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ 2-ാം കൗൺസിലാണ് പരിശുദ്ധ അമ്മയെ നിത്യകന്യകയായിട്ട് ആദ്യം പ്രഖ്യാപിക്കുക. ഇത് 5-ാം നൂറ്റാണ്ടിലാണെങ്കിൽ 2-ാം നൂറ്റാണ്ട് തുടങ്ങി വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അത്തനാസ്യൂസ് സഭാപിതാക്കന്മാരാണ് ഇവർ പരിശുദ്ധ കന്യകയെ നിത്യകന്യകയായിട്ട് തങ്ങളുടെ എല്ലാ ലേഖനങ്ങളിലൂടെയും ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നു. ക്രിസ്തുവർഷം 649 ലാറ്ററൻ കൗൺസിലാണ് പരിശുദ്ധ കന്യകയുടെ നിത്യ കന്യാത്വത്തെക്കുറിച്ച് ആദ്യമായിട്ട്
മാർട്ടിൻ ഒന്നാമൻ മാർപ്പാപ്പയിലൂടെ പരിശുദ്ധ പിതാവിലൂടെ ലോകത്തെ അറിയിക്കുന്നത്. പരിശുദ്ധ പിതാവ് മാർട്ടിൻ പാപ്പ ഇപ്രകാരം പറഞ്ഞു: അനുഗ്രഹീതയായ കന്യകയും അമലോത്ഭവയുമായ മറിയം പുരുഷ സംസർഗമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാവുകയും പുത്രന് ജന്മം നൽകുകയും യേശുവിൻ്റെ അമ്മയായി തുടർന്നും കന്യാത്വത്തിന് ഭംഗം വരാതെ അഭംഗുരം ജീവിച്ചു എന്ന്. പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്തെക്കുറിച്ച് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് പ്രകാരമാണ്: എങ്ങനെയാണോ യേശു പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്, അതുപോലെ തന്നെ കന്യാത്വത്തിന് ഭംഗം വരാതെ യേശു ലോകത്തിലേക്ക് അവതരിച്ചു എന്ന്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്: സൂര്യപ്രകാശം ഒരു ഗ്ലാസിനെ, ഒരു ചില്ലിനെ ഭേദിക്കാതെ എങ്ങനെ മറുവശത്തേക്ക് വരുന്നുവോ, ഉദ്ധിതനായ ക്രിസ്തു അടഞ്ഞുകിടന്ന വാതിൽ തുറക്കാതെ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടുവോ, അതുപോലെ പരിശുദ്ധ അമ്മ കന്യാത്വത്തിന് ഭംഗം വരാതെ പുത്രനെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചു എന്ന്. വിശുദ്ധ ഒറിജിൻ പറയുന്നത് പ്രകാരമാണ്: ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പുരുഷനെ അറിയാതെ ഗർഭവതിയായ പരിശുദ്ധ മറിയം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മറിയം. പരിശുദ്ധ അമ്മ നിത്യകന്യകയായിരുന്നു എന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം എന്നാണ് ഒറിജിൻ ചോദിക്കുക. വിശുദ്ധ എഫ്രൈം പറയുന്നത് പ്രകാരമാണ്: വിശുദ്ധ ഔസേപ്പിതാവ് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഒരു പുരോഹിതൻ എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിന് മുമ്പിൽ വിശുദ്ധ ഔസേപ്പിതാവ് ജീവിച്ചതെന്ന്. വിശുദ്ധരുടെ വാക്കുകൾക്ക് അറുതിയില്ലാത്ത വിധം പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്തെക്കുറിച്ച് എപ്പോഴും അവർ പറയുന്നുണ്ട്. അനുദിന ജീവിതത്തിൽ വിശ്വാസികളല്ലാത്തവരുടെ കുറേ സംശയങ്ങൾ എല്ലാം ദൂരീകരിക്കാനായിട്ട് സഭ നിരന്തരം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ കന്യക അമലോത്ഭവയായിട്ട് ജനിച്ചു എന്നുള്ള ആ നിത്യസത്യത്തെ ലോകത്തെ അറിയിക്കുവാനായിട്ട്, പരിശുദ്ധ കന്യക നിത്യകന്യകയായി തന്നെ ജീവിച്ചു എന്നുള്ള സത്യത്തെ ലോകത്തെ അറിയിക്കുവാനായിട്ട്, പരിശുദ്ധ കന്യക ദൈവത്തിൻ്റെ മാതാവായി തീർന്നു എന്ന നിത്യസത്യത്തെ ലോകത്തെ അറിയിക്കുവാനായിട്ട്, പരിശുദ്ധ കന്യക ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കരയേറപ്പെട്ടു എന്നുള്ള വിശ്വാസ സത്യത്തെ നമുക്ക് അറിയിച്ചു തരുവാനായിട്ട്, പരിശുദ്ധ കന്യക ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ത്രിത്വൈക ദൈവത്തോടൊപ്പം ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള സത്യത്തെ ലോകത്തെ അറിയിക്കുവാനായിട്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. നമ്മുടെ വിശ്വാസത്തിന് ഒരു ചാഞ്ചല്യവുമില്ല. മറിച്ച് ഈ ആധുനിക ലോകത്ത്, ആധുനിക ഗവേഷണങ്ങളുടെ ലോകത്ത് ഒരുപാട് സംശയങ്ങൾ പരിശുദ്ധ അമ്മയുടെ നിത്യ കന്യാത്വത്തെക്കുറിച്ച് ഇപ്പോഴും നിലനിൽക്കുമ്പോൾ, ഓരോ വിശുദ്ധരിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും സഭ അനുദിനം വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ നിത്യകന്യാത്വം എന്ന വിശ്വാസ സത്യത്തെക്കുറിച്ച്. 1968 പോൾ ആറാമൻ മാർപ്പാപ്പ ക്രേദോ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വിശ്വാസ സത്യം എന്ന ചാക്രിക ലേഖനത്തിലൂടെ വീണ്ടും ലോകത്തോട് പരിശുദ്ധ കന്യകയുടെ നിത്യ കന്യാത്വത്തെക്കുറിച്ച്, യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുൻപും യേശുവിനെ ഗർഭം ധരിച്ചുകൊണ്ടിരുന്ന സമയത്തും യേശുവിനെ ലോകത്തിന് സമ്മാനിച്ചതിന് ശേഷവും പരിശുദ്ധ കന്യക നിത്യകന്യകയായി തന്നെ ജീവിച്ചു, സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നുള്ള ആ വിശ്വാസ സത്യത്തെ പോൾ ആറാമൻ മാർപ്പാപ്പ വീണ്ടും ലോകത്തെ അറിയിക്കുകയുണ്ടായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 24-ാം വാക്യം: യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും.
പഴയ നിയമ കാലഘട്ടം മുതൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആ വലിയ പ്രബോധനം പ്രവാചകന്മാരിലൂടെ അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകയെ പുതിയ വാഗ്ദാന പേടകം എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം വാഗ്ദാന പേടകത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ ഇതിക്ക് മുമ്പ് ധ്യാനിച്ചതാണ്. അഹ്റോൻ്റെ വടി നിത്യപൗരോഹിത്യത്തിൻ്റെ അടയാളം, ഇസ്രായേലർ 40 വർഷം ഭക്ഷിച്ച മന്ന, ആ മന്നയാണ് നമ്മുടെ ഈശോ ആയി തീർന്ന പരിശുദ്ധ കുർബാന. 10 കൽപ്പനകൾ ഈശോ കൽപ്പനകളുടെ പൂർത്തീകരണമാണ്. ഈ വാഗ്ദാന പേടകമാണ് ഈശോയ്ക്ക് പിറക്കുവാനായിട്ട് ദൈവം നിശ്ചയിച്ച പരിശുദ്ധ കന്യക. തോമസ് അക്വിനാസ് പറയും, പരിശുദ്ധ കന്യകയെ ഈശോ കളങ്കപ്പെടുത്താതെ എങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചുവോ അതേ ഈശോ തന്നെ പരിശുദ്ധ കന്യകയെ കളങ്കപ്പെടാതെ ഈശോയിൽ നിന്നും പുറത്തു വന്നു എന്ന്, പരിശുദ്ധ അമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന്. പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്തിന് യാതൊരു ഭംഗവും വരുത്താത്ത വിധം ഈശോ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വിശുദ്ധ അക്വിനാസ് തൻ്റെ സുമാ തിയോളജിയിലൂടെ ലോകത്തെ അറിയിക്കുന്നത്. നിത്യകന്യയായ പരിശുദ്ധ കന്യാമറിയമേ, നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യമാണത്. പരിശുദ്ധമ്മ നിത്യകന്യകയായി തന്നെ ആയിരുന്നുകൊണ്ട് ലോകത്തിന് ദൈവപുത്രനെ നൽകി എന്നുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിൽ നമുക്ക് അനുദിനം ആഴപ്പെടാൻ സാധിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ സർവോപരി പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ അമ്മയിലൂടെയുള്ള ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എന്നും കേൾക്കപ്പെടുന്നുണ്ട് എന്നും നമ്മൾ അറിയുന്നു. ആ പരിശുദ്ധ അമ്മയിലൂടെ തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ്. ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഇസ്രായേലും അമേരിക്കയും കൂടി ഇന്ന് യുദ്ധത്തിൻ്റെ ഒരു വലിയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകുവാനായിട്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകാതിരിക്കാനായിട്ട്, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രോഗവും ഒന്നും ലോകത്തെ ബാധിക്കാതിരിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഇന്ന് യുവജനങ്ങളിലൊക്കെ കണ്ടുപിടിച്ചു വരുന്ന എയ്ഡ്സും അതുപോലെ HIV പോലെയുള്ള മാരക രോഗങ്ങൾ നമ്മുടെ സമൂഹങ്ങളിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട്, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനായിട്ട്, പൂർവ്വപിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസം ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ട്, തെറ്റായ ബന്ധങ്ങളിൽ കടന്നു പോകാതെ നമ്മുടെ യുവജനങ്ങളും നമ്മുടെ മാതാപിതാക്കളും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുവാനായിട്ട്, അങ്ങനെ കന്യക പരിശുദ്ധ അമ്മ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ ഹിതത്തിന് വഴങ്ങിയതുപോലെ, തൻ്റെ കന്യാത്വത്വം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചതുപോലെ, എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ തിരുഹിതം അറിയുവാനായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ തീർച്ചയായിട്ടും ഓരോ നിമിഷവും ദൈവത്തോട് പുത്രൻ വഴി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട്, അമ്മയോടുള്ള പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വരുത്താതെ നിത്യകന്യകയായിട്ടുള്ള പരിശുദ്ധ അമ്മയിലൂടെ, അമലോത്ഭവയായിട്ടുള്ള പരിശുദ്ധ കന്യകയിലൂടെ, സ്വർഗാരോപിതയായിട്ടുള്ള പരിശുദ്ധ കന്യകയിലൂടെ, ദൈവമാതാവായിട്ടുള്ള പരിശുദ്ധ കന്യകയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ വലിയ അനുഗ്രഹ മാധ്യസ്ഥ പ്രാർത്ഥന എന്നും നമ്മളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.